മൈ ഫ്രണ്ട്സ്, NIOS വിദ്യാർത്ഥികൾക്ക് വേണ്ടി പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒന്നാമത്തെ അധ്യായമാണ് നാം ആരംഭിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താണ്? മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഈസ് എ സോഷ്യൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് ഒരു സാമൂഹ്യ ശാസ്ത്രമാണ്. അത് സമൂഹവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. പൊളിറ്റിക്കൽ സയൻസ് ഈസ് എ സോഷ്യൽ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സൊസൈറ്റി. പൊളിറ്റിക്കൽ സയൻസ് ഒരു സാമൂഹ്യ ശാസ്ത്രമാണ്. അത് സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. RG ഗെറ്റിൽ എന്ന് പറയുന്ന പണ്ഡിതൻ്റെ അഭിപ്രായത്തിൽ ദി സ്റ്റഡി ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്, അതായത് സ്റ്റേറ്റിൻ്റെയും ഒരു ഗവൺമെൻറ്റിനെയും കുറിച്ചുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ അർത്ഥം? പൊളിറ്റിക്കൽ സയൻസ് ഈസ് എ സോഷ്യൽ സയൻസ് നമ്മൾ പറഞ്ഞു. പൊളിറ്റിക്സ് ആൾസോ ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് പോളിസ്. POLIS. പോളിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വാക്ക് രൂപാന്തരപ്പെട്ടത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് സിറ്റി സ്റ്റേറ്റ് എന്നാണ്. ഇനി ഓരോ പണ്ഡിതന്മാരുടെയും അതിൻ്റെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണ്? ഹറോൾഡ് ഡി ലാസ്കി ആൻഡ് എബ്രഹാം കാപ്ലിൻ. ഹറോൾഡ് ഡി ലാസ്കിയും എബ്രഹാം കാപ്ലിൻ്റെയും അഭിപ്രായത്തിൽ പറയുന്നത് പൊളിറ്റിക്സ് ഡീൽസ് വിത്ത് സ്റ്റേറ്റ് ആൻഡ് പവർ. അതായത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് സ്റ്റേറ്റിനെയും സ്റ്റേറ്റിൻ്റെ അധികാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് പൊളിറ്റിക്സ് എന്നാണ് ഹറോൾഡ് ഡി ലാസ്കിയും എബ്രഹാം കാപ്ലിൻ്റെയും അഭിപ്രായം. ഇനി എന്താണ് ശാസ്ത്രം എന്ന് നമുക്ക് നോക്കാം. അതായത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ശാസ്ത്രം എന്താണ്? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രം എന്ന് പറയുന്നത് ദി സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദി ഒബ്സർവേഷൻ ഓഫ് ദി സ്റ്റേറ്റ്. ദി സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദി ഒബ്സർവേഷൻ ആൻഡ് പ്രാക്ടീസ്. അതായത് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ്. ദി സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പ്രാക്ടിക്കൽ ആൻഡ് ഒബ്സർവേഷൻ. അതായത് നിരീക്ഷണ പരീക്ഷണങ്ങളുടെ ഭാഗമാണ് ശാസ്ത്രം. എന്നാൽ ഇനി അടുത്ത് നോക്കുന്നത് എന്താണ്? ദി ഗ്രോത്ത് ഓഫ് ദി പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ വളർച്ച എങ്ങനെയാണ്? എന്നാണ് പൊളിറ്റിക്കൽ സയൻസ് പ്രവർത്തനം തുടങ്ങുന്നത്? BC 4-ാം നൂറ്റാണ്ടോടുകൂടിയാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനം ആരംഭിക്കുന്നത്. സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദി പൊളിറ്റിക്കൽ സയൻസ് സ്റ്റാർട്ട് അറ്റ് ദി BC 4th century BC. അതായത് BC 4-ാം നൂറ്റാണ്ടോടുകൂടിയാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനം ആരംഭിക്കുന്നത്. അത് തത്വചിന്തകന്മാരായ പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിലിൻ്റെയും കാലഘട്ടം മുതലാണ് പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് വളരെ ഗൗരവമായിട്ടുള്ള പഠനം ആരംഭിക്കുന്നത്. തത്വചിന്തകന്മാരായ പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിലിൻ്റെയും കാലഘട്ടം മുതലാണ്. ഇനി പൊളിറ്റിക്സിനെ അതുകൊണ്ട് ഒരു മാസ്റ്റർ സയൻസ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അരിസ്റ്റോട്ടിൽ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിനെ ഒരു മാസ്റ്റർ സയൻസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ ഒരു സ്ഥാപനം മാത്രമല്ല, എന്നാൽ കുടുംബം, സമ്പത്ത്, മറ്റ് സാമൂഹ്യ സംഘടനകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഈസ് എ മാസ്റ്റർ സയൻസ്. ഇറ്റ് നോട്ട് ഓൺലി ഡീൽസ് വിത്ത് ദി ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ബട്ട് ആൾസോ ഡീൽസ് വിത്ത് ദി ഫാമിലി, പ്രോപ്പർട്ടി ആൻഡ് അതർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് അരിസ്റ്റോട്ടിലിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നതാണ്, ഇത് സാമൂഹ്യ ശാസ്ത്രമാണ്. മാത്രമല്ല ഇത് വളരെയധികം സ്റ്റേറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുന്നതല്ല. ഇത് വളരെയധികം മറ്റും ഫാമിലികളുമായിട്ട് ബന്ധമുണ്ട്, കുടുംബങ്ങളുമായിട്ട് ബന്ധമുണ്ട്, ഇത് വസ്തുവകകളുമായിട്ട് ബന്ധമുണ്ട്, സമ്പത്തുക്കളുമായിട്ട് ബന്ധമുണ്ട്, ഇത് മറ്റ് സ്ഥാപനങ്ങളുമായിട്ട്, സാമൂഹിക സ്ഥാപനങ്ങളുമായിട്ടും പൊളിറ്റിക്കൽ സയൻസിന് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇനി ഡ്യൂറിങ് ദി മിഡിൽ ഏജ്, അത് മധ്യകാലഘട്ടമായപ്പോൾ,
അതായത് 15-16 നൂറ്റാണ്ട് കാലഘട്ടത്തിനെയാണ് മധ്യകാലഘട്ടമെന്ന് പറയുന്നത്. നവോത്ഥാന കാലഘട്ടത്തിനെയാണ് മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. ആ മധ്യകാലഘട്ടത്തിൽ അതായത് ഇറ്റ് ബിക്കെയിം ദി ബ്രാഞ്ച് ഓഫ് ദിസ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള മധ്യകാലഘട്ടത്തിൽ പൊളിറ്റിക്കൽ സയൻസ് പള്ളിയുടെ മതപരമായിട്ടുള്ള ഒരു നിയമങ്ങളുടെ ഭാഗമായിരുന്നു. ആസ് ഫാർ ആസ് കൺസേൺ ഓഫ് ദി ഓർഡിനറി മാൻ, അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പാർട്ടി പൊളിറ്റിക്സ്. സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാർട്ടി പൊളിറ്റിക്സ് എന്നാണ് പറയുന്നത്. ആസ് ഫാർ ആസ് കൺസേൺ ഓഫ് ദി പൊളിറ്റിക്കൽ സ്റ്റുഡൻസ്, അതായത് പൊളിറ്റിക്കൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അതിനേക്കാൾ ഉപരിയാണ്. എന്താണ് അതിനേക്കാൾ ഉപരി എന്ന് പറയുന്നത്? ഇത് പൊളിറ്റിക്സ് എന്നത് പൊളിറ്റിക്കൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ അതിനേക്കാൾ ഉപരിയാണ്. അതായത് വളരെയധികം ജർമ്മൻ ചിന്തകനായിട്ടുള്ള കാറൽ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് പറയുന്നത്? പൊളിറ്റിക്സ് ആസ് ദ സ്റ്റഡി ഓഫ് ദി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു ക്ലാസസ്, ദാറ്റ് ഈസ് ഹാവ് ആൻഡ് ഹാവ് നോട്ട്സ്. അതർവൈസ് ഇറ്റ് ഈസ് ദി എക്സ്പ്ലോയിറ്റേഴ്സ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ്. അതായത് കാറൽ മാർക്സ്, ജർമ്മൻ ചിന്തകനായിട്ടുള്ള കാറൽ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് രണ്ട് വിഭാഗങ്ങൾ, അതായത് ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നും തമ്മിലുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള നിരന്തരമായ പോരാട്ടമാണ്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്താണ്? അടിച്ചമർത്തുന്നവരും അടിച്ചമർത്തപ്പെടുന്നവരും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് ജർമ്മൻ ചിന്തകനായിട്ടുള്ള കാറൽ മാർക്സിൻ്റെ അഭിപ്രായം. In other ways, and in other aspects of political science, അത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ മറ്റൊരു ഉദ്ദേശം പ്രായോഗിക പൊളിറ്റിക്സ് ആണ്. എന്താണ് പ്രായോഗിക പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? പ്രായോഗിക പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ഇൻക്ലൂഡ് ദി ആക്ച്വൽ ഫോർമേഷൻ ഓഫ് ഗവൺമെൻറ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗവൺമെൻറ്റിൻ്റെ രൂപീകരണം. ഇറ്റ് ഇൻക്ലൂഡ്സ് the actual formation of government, working of government, administration of government, laws and other administrations or legislation. അതായത് നിയമങ്ങൾ, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്ലൂഡ് ആക്ച്വൽ ഫോർമേഷൻ ഓഫ് ഗവൺമെൻറ്, ഒരു ഗവൺമെൻറ്റിൻ്റെ രൂപീകരണം, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം, ഗവൺമെൻറ്റിൻ്റെ മറ്റുള്ള ഭരണരീതികൾ, ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ, നിയമനിർമ്മാണങ്ങൾ, ഇവയെല്ലാമാണ് പ്രായോഗിക പൊളിറ്റിക്സിൽ വരേണ്ടത്. അതുപോലെ തന്നെ എന്താണ്? പൊളിറ്റിക്സ് ആൾസോ ഡീൽസ് വിത്ത് ദ പോസിറ്റീവ് ആസ്പെക്റ്റ് ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്. ഒരു ക്ഷേമരാഷ്ട്രം രൂപീകരിക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്സിൻ്റെ മറ്റൊരു ഉദ്ദേശം. അതൊക്കെ എന്താണ്? ഒരു സച്ചാസ് പ്രായോഗിക പൊളിറ്റിക്സിന് സൃഷ്ടിപരമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ എന്താണ്? ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുക, അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ, അതുപോലെ തന്നെ തീണ്ടിക്കൂടായ്മ, അതുകൂടാതെ കണ്ട് തന്നെ ഭൂപരിഷ്കരണം, മിനിമം വേജസ് നടപ്പിലാക്കുക തുടങ്ങിയ ഏറ്റവും കുറഞ്ഞ വേതനം നടപ്പിലാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാമാണ് പ്രായോഗിക പൊളിറ്റിക്സിൽ വരുന്നത്. ഈ അടുത്തതായിട്ട് നോക്കേണ്ടത് എന്താണ്? ഇത് സ്കോപ്പ് ഓഫ് ദി പൊളിറ്റിക്കൽ സയൻസ്. അതായത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ വ്യാപ്തി എന്തെല്ലാമാണ്, ഏതെല്ലാം മേഖലകളിലേക്കാണ് പൊളിറ്റിക്കൽ സയൻസ് വ്യാപിച്ചിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ അഥവാ അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നതാണ്. ഇതിൻ്റെ ചോദ്യങ്ങളുടെയും അതിന് എഴുതേണ്ട രീതികൾ, ആ പരീക്ഷയ്ക്ക് വരുമ്പോൾ എഴുതേണ്ട ചോദ്യങ്ങളിലേക്ക് വരുന്ന രീതികൾ, ഇവയെല്ലാം തന്നെ നോട്ട്സായിട്ടും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. അത് നമ്മളിവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതുകൊണ്ട് ഞാൻ നടത്തുന്നു. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ദിവസം തുടങ്ങാം.